ട്വിസ്റ്റുകൾക്കും നാടകങ്ങൾക്കും ഒടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷ്, ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് GS മത്സരിക്കും. ബിജെപി നേതൃത്വത്തിന്റെ തീരുമാനത്തിന് കടകവിരുദ്ധമായി RSS ദേശീയ നേതൃത്വം ശ്രീലേഖയുടെ പേര് എതിർത്തതാണ് രാജേഷിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അസാന്നിധ്യത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത്. അവസാന നിമിഷം വരെ നീണ്ട സസ്പെൻസിനൊടുവിലാണ് കേരളത്തിലെ ആദ്യ BJP മേയറാകാൻ വി രാജേഷിന് നറുക്കുവീണത്. BJP സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരം മുൻ ജില്ലാ അധ്യക്ഷനും കൂടിയായ വി രാജേഷിന്റെ പേരിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ ശ്രീലേഖയിലേക്ക് പിന്നീട് വഴിമാറിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ പരിചയസമ്പത്തും തലസ്ഥാന നഗരിയിലുള്ള സ്വാധീനവും രാജേഷിനെ പിന്തുണയ്ക്കാനുള്ള കാരണമായി RSS ഉയർത്തിക്കാട്ടി. രാജേഷ് അല്ലെങ്കിൽ VG ഗിരികുമാറിനെ പോലെ തങ്ങളുമായി അടുത്തു നിൽക്കുന്നവരെ മേയറാക്കണമെന്ന ആവശ്യവും RSSൽ നിന്നുയർന്നു. ഒടുവിൽ ഇന്ന് RSS ദേശീയ നേതൃത്വം കൂടി രാജേഷിന്റെ പേരുയർത്തി. തുടർന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് പ്രഖ്യാപനം നടത്തി. വേദിയിൽ ശ്രീലേഖയും. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി കരുമമ്പാടിൽ നിന്ന് ജയിച്ച ആശാനാഥ് GSനെയും പ്രഖ്യാപിച്ചു. നാളെയാണ് കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പ്. 100-അംഗ കൗൺസിലിൽ 50 പേരുടെ പിന്തുണ BJPക്കുള്ളപ്പോൾ അത്ഭുതങ്ങളോ അട്ടിമറിയോ സംഭവിച്ചില്ലെങ്കിൽ ഈ 2 പേരുകൾ തന്നെ കോർപ്പറേഷന്റെ തലപ്പത്തുയരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.